യേശുവേ സ്തോത്രം 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 ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. രാജാതിരാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താതി കർത്തവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹാലേലൂയ. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിപ്പ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രികൾ ദൈവം നമ്മെ കാത്തു പരിപാലിച്ച കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കാം. വരാമരുന്നാപത്തിൽ നിന്ന് നർത്തകൻ എന്നൊക്കെയും കർത്താവ് നമ്മെ ക്ഷേമത്തോടെ കാത്തു നമ്മെ പരിപാലിച്ചു. അതേ ജീവന് ഭക്തിക്കും വേണ്ടതൊക്കെ തന്ന് നമ്മെ പരിപാലിച്ച ദൈവത്തിന്റെ കൃപകൾക്കായി വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതേ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് സ്തോത്രം ഈ പകൽക്കാലവും നമ്മെ ജയത്തോടെ വഴി നടത്തുവാൻ നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു ഉറപ്പോടും ധൈര്യത്തോടു കൂടി കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുക. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ സ്തോത്ര ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. ഭയപ്പെടാതെ ഉറച്ചു നിൽപ്പി. സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ പ്രശ്നങ്ങൾ കടന്നു വരും, പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. പക്ഷേ അതിന്റെ നടുവിൽ നാം ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തും. ഉറച്ചു നിൽക്കുന്നവരെ ദൈവം വിടുവിക്കും. സ്തോത്ര. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, പ്രശ്നങ്ങൾ കടന്നു വരാം, രോഗങ്ങൾ കടന്നു വരാം, പ്രതികൂലങ്ങൾ കടന്നു വരാം. ജീവിതത്തിൽ ചിലപ്പോൾ ഉറച്ചു നിൽക്കുന്ന സാഹചര്യങ്ങളെ നാം അറിഞ്ഞ സ്വാതന്ത്ര്യത്തിനകത്ത്, നാം അറിഞ്ഞ സത്യത്തിനകത്ത് സ്തോത്ര ഉറച്ചു നിൽക്കുന്ന സാഹചര്യങ്ങളിൽ സ്തോത്രം മറ്റുള്ള നമ്മെ അവഗണിച്ചെന്നിരിക്കാം. ഒറ്റപ്പെടന്റെ അനുഭവങ്ങൾ കടന്നു വരാം, ജീവിതത്തിന്റെ ഏകാന്തതയുടെ അനുഭവങ്ങൾ കടന്നു വരാം. സ്തോത്രം. പക്ഷെ അതിന്റെ നടുവിലൊക്കെ നീ തളർന്നു പോകാതെ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലേ സ്തോത്രം, ഏത് പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നിന്നെ വിടുവിച്ച് പുറത്തെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. നാം ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കാൻ. സ്തോത്ര. അതുകൊണ്ടാണ് അപ്പസ്തലനായ പൗലോസ് ഗലാത്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്തോത്രം. ആകെ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. സ്തോത്രം. ഒരു മനുഷ്യനും നമ്മെ സ്തോത്ര അടിമത്തത്തിൽ നിന്ന്, നാം ആയിരുന്ന ആ പാപത്തിന്റെ ശക്തിയിൽ നിന്ന്, രോഗത്തിന്റെ ശക്തിയിൽ നിന്ന്, അസമാധാനത്തിന്റെ അനുഭവത്തിൽ നിന്ന് ആർക്കും നമ്മെ വിടുവിപ്പാൻ കഴിയാതിരുന്നപ്പോ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവസാനത്തുള്ള രക്തം കൊടുത്ത് നമ്മെ അതിനകത്തുനിന്ന് സ്വതന്ത്രമാക്കി. മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ ക്രിസ്തുവിന്റെ മരണത്താൽ നമ്മുടെ മേലുണ്ടായിരുന്ന അധികാരത്തെ നീക്കിക്കൊണ്ട് നമ്മെ ക്രിസ്തുവിൽ സ്വതന്ത്രരാക്കി. എങ്കിൽ പ്രിയ ദൈവമക്കളെ, ഇവിടെ വചനത്തിൽ അപ്പസ്തലനായ പൗലോസ് പറയുന്നു, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പി. സ്തോത്ര. ചില സത്യങ്ങൾ നമ്മെ വെളിപ്പെടുത്തി തന്ന് അതേ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന തിരുവചന പ്രകാരം ചില സത്യങ്ങൾ എന്താണെന്ന് വെളിപ്പെടുത്തി തന്ന് നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുമ്പോൾ ഞാനും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കണം. സ്തോത്ര. ഹല്ലേലൂയ. ഉറച്ചു നിൽക്കുന്നവരെ ദൈവം വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീരാം. ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതലുകൾ വെളിപ്പെടാം. ഉറച്ചു നിൽക്കുന്നവർ ദൈവപ്രവൃത്തി കാണുവാനായിട്ട് ഇടയായിത്തീരാം. ഉറച്ചു നിൽക്കുന്നവർ ദൈവത്തിന്റെ മഹത്വത്തെ ദർശിക്കുവാനായിട്ട് ഇടയായിത്തീരാം. പ്രിയ ദൈവമക്കളെ, പല പ്രലോഭനങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നെന്നിരിക്കാം. പക്ഷേ നാം അതിനകത്തേക്ക് വീണു പോകരുത്. പാപത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കിയെങ്കിൽ നാം അതിനകത്ത് ഉറച്ചു നിൽക്കണമെന്ന് ഇവിടെ തിരുവചനത്തിൽ കാണുന്നു. അവിടെ കാണുന്നു, ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. സ്തോത്ര. അതേ, ഈ ലോക മനുഷ്യരല്ല നമ്മെ സ്വതന്ത്രരാക്കിയ, നമ്മുടെ കൂടെ നടക്കുന്നവരല്ല നമ്മെ സ്വതന്ത്രരാക്കിയ, നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത യേശു കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കി. ഈ പകൽക്കാലം സ്തോത്ര ആ തിരിച്ചറിവിലേക്ക് കടന്നു വരട്ടെ. അതിനകത്ത് നാം ഉറച്ചു നിൽക്കുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഉറച്ചു നിൽക്കണം. പലപ്പോഴും നമുക്ക് ഉറയ്ക്കുവാൻ കഴിയത്തില്ല. സ്തോത്ര. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ പക്ഷേ ഉറച്ചു നിൽക്കുന്നവരെ കർത്താവ് വിടുവിക്കുമെന്ന് തിരുവചനത്തിൽ കാണുവാൻ
കാണുവാൻ സാധിക്കുന്നു. അതാ നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 3 എബ്രായർ ബാലന്മാരെ പറ്റി അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ജീവിതത്തിനകത്ത് അവർ 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങൾ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കുക. പ്രിയ ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ആ ബാലന്മാർ പറയുന്ന ഒരു സ്തോത്ര പോയിന്റ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഞങ്ങളെ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ. അപ്പൊ ഏതൊക്കെയോ ഒരു സാഹചര്യത്തിൽ നിന്ന് ആ ബാലന്മാരെ വിടുവിച്ചു. ഏത് സാഹചര്യത്തിൽ നിന്ന്? ഒരു അടിമത്വത്തിനകത്ത് നിന്ന്, പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, ലോകത്തിന്റെ അടിമത്വത്തിൽ കിടന്നതായ ആ ബാലന്മാരെ വിടുവിക്കുവാൻ അവിടെ പറയുന്നു. വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ, ആർക്കും വിടുവിപ്പാൻ കഴിയാതിരുന്ന ഈ ലോകത്തിന്റെ അകത്ത് നിന്ന് അവരെ ദൈവം വിടുവിച്ചുവെങ്കിൽ, ഹല്ലേലൂയ, ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സത്യം ഇതത്രേ. സ്തോത്ര. അതെ, ആരും നമ്മെ വിടുവിപ്പാൻ കഴിയാതിരുന്നപ്പോ ഈ ലോകത്തിന്റെ പാപത്തിന്റെ ആധിപത്യത്തിൽ നിന്ന്, അതിന്റെ അടിമത്വത്തിൽ നിന്ന്, ശത്രു നമ്മുടെ മേൽ ചൊലുത്തി വച്ചിരുന്ന സകല അധികാരത്തിൽ നിന്ന് നമ്മെ പൊട്ടിച്ച് പുറത്തെടുത്ത് സ്വതന്ത്രമാക്കിയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രശ്നത്തിനകത്തൊന്നും വിടുവിപ്പാ എന്റെ ദൈവം മതിയായവനെന്ന് ഈ പകൽക്കാലം നീ ഉറച്ചു വിശ്വസിക്കുക. സ്തോത്രം. അതവിടെ നമുക്ക് വചനത്തിൽ കാണുന്ന സ്തോത്ര. ഞങ്ങളെ വിടുവിപ്പാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, അതേ സ്തോത്ര, ഹല്ലേലൂയ. ചിലതിനകത്ത് നിന്നൊക്കെ ചില സത്യങ്ങൾ വെളിപ്പെടുത്തി തന്ന, ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമ്മുടെ ഉള്ളത്തിന്റെ ആഴത്തിലേക്ക് വെളിപ്പെടുത്തി തന്ന, നമ്മെ അതിനകത്ത് സ്വതന്ത്രമാക്കിയിരിക്കുമ്പോ പ്രിയ ദൈവ പൈതലെ സ്തോത്രം, വീണ്ടും എന്ത് ചെയ്യുന്നു? അടിമത്വത്തിലേക്ക് കുടുങ്ങി പോകരുത്. സ്തോത്ര. എബ്രായർ ബാലന്മാർ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ: അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അതെ, ഞാൻ പറഞ്ഞല്ലോ സ്തോത്ര, വലിയൊരു പ്രതിസന്ധിയുടെ അല്ലെങ്കിൽ ഒരു പ്രതികൂലങ്ങളുടെ അതേ സ്തോത്ര, അല്ലെങ്കിൽ ആധിപത്യ, ശത്രുവിന്റെ ആധിപത്യത്തിനകത്തുന്ന ദൈവം നമ്മെ വിടുവിച്ച എങ്കിൽ, ഇന്ന് കടന്നു പോകുന്ന ഏതൊരു സാഹചര്യത്തിൽ നിന്ന്, പ്രയാസഘട്ടങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിപ്പാൻ മതിയായ ദൈവമെന്ന് ഈ പകൽക്കാലം ഉറച്ചു വിശ്വസിക്കുക. പ്രതികൂലങ്ങൾ കടന്നു വരാം, ജീവിതത്തിനെതിരെ വെല്ലുവിളികൾ കടന്നു വരാം, കൊടുങ്കാറ്റുകൾ കടന്നു വരും, തിരമാലകൾ ആഞ്ഞടിച്ചെന്ന് കടന്നു വരും. പക്ഷേ അതിന്റെ നടുവിൽ നിന്നെ വിടുവിപ്പാൻ ശക്തനായ ദൈവമുണ്ടെന്ന കാര്യം നാം മറന്നു പോകരുത്. സ്തോത്ര. ഈ പ്രഭാതത്തിൽ പറയട്ടെ പ്രിയ ദൈവമക്കളെ, ഇവിടെ എബ്രായർ ബാലന്മാരുടെ ജീവിതത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരെ ആ തീക്കകത്ത് ഇടുവാനായിട്ട് ഇടയായി തീർന്നു വയ്ക്കില്ല. ആ തീക്കകത്ത് അവർ വീണു പോകുന്നതിന് മുമ്പേ, ഹല്ലേലൂയ, ദൈവപുത്രന് തുല്യൻ ആയവനെ ദൈവം അവിടെ ഇറക്കുവാനായിട്ട് ഇടയായി തീർന്നു വയ്ക്കേ. ചില പ്രതികൂലത്തിന്റെ ആഴത്തിലേക്ക് നീ കടന്നു പോകുന്നതിന് മുമ്പേ നിന്നെ സുരക്ഷിതമായ കരത്തിൽ പരിപാലിക്കേണ്ടതിന് ദൈവം തന്റെ ദൂതന്മാരെ ഇറക്കാൻ, ദൈവം തന്റെ പരിപാലനത്തെ അയക്കുവാനായിട്ട് ഇടയായി തീരാ. നീ ഒന്നിനകത്തും തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അടിമത്വത്തിലായിരുന്ന നമ്മെ ക്രിസ്തുവിന്റെ മക്കളാക്കി നമ്മെ തീർത്തിരിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, ക്രിസ്തുവിന്റെ സ്വന്തം മക്കളാക്കി നമ്മെ തീർത്തിരിക്കുമ്പോ, നമ്മുടെ അവകാശം, പുത്രത്വത്തിന്റെ പദവി നമ്മുടെ മേൽ തന്നിരിക്കുമ്പോ, സ്തോത്ര, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഉത്തരവാദിത്വം ഈ ലോകത്തിലെ ശക്തിക്കല്ല. സ്തോത്ര. ഹല്ലേലൂയ. കർത്താവിനാ നമ്മുടെ മേലുള്ള ഉത്തരവാദിത്വം. സ്തോത്ര. നാം ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ: നാം കർത്താവിന്റെ സന്നി ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി വില കൊടുത്ത കർത്താവിന് വേണ്ടി, ആ കർത്താവിന്റെ സ്നേഹത്തിനകത്ത് നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക്കുന്നവയ്ക്ക്, കർത്താവാക്കിയിരിക്കുന്ന ആ കൂട്ടായ്മ ബന്ധത്തിനകത്ത് നീ ഉറച്ചു നിൽക്കുവാൻ ഇടയാക്കുന്നവയ്ക്ക്, കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തന്ന സ്വാതന്ത്ര്യത്തിനകത്ത് അല്ലെങ്കിൽ ആ സത്യത്തിനകത്ത് നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക്കുന്നവയ്ക്ക് നിന്നെ വിടുവിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. തീയുടെ അനുഭവങ്ങൾ കടന്നു വരും, പ്രതിസന്ധികൾ കടന്നു വരും. ഹല്ലേലൂയ. പക്ഷെ അതിനകത്ത് ദൈവപുത്രന് തുല്യനായവൻ ഇറങ്ങി വരും. ഓ ഹല്ലേലൂയ. ഈ പകൽക്കാലം ആരെയൊക്കെ പരിശുദ്ധാത്മാ ബലപ്പെടുത്തുക. കുഞ്ഞെ, നീ തളർന്നു പോകണ്ട, നീ ക്ഷീണിച്ചു പോകണ്ട. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ ബലപ്പെടുത്തുന്ന കർത്താവിന്റെ കര, നീ കടന്നു പോകുന്ന ഏത് പ്രതികൂല സാഹചര്യം കൂടെ നടുവിൽ നിന്ന് നിന്നെ വിടുവിപ്പം പ്രാപ്തനായിരിക്കുന്ന യേശു കർത്താവിന്റെ സാന്നിധ്യം ഈ പകൽക്കാലം നിന്റെ കൂടെ ചലിക്കാൻ
പോക്കിയ സ്തോത്ര, നീ കടന്നു പോകുന്നതിന് മുമ്പേ ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് മുമ്പായി കടന്നു പോകുക. നിനക്കൊരു പോറലും ഏൽക്കാതെ വേണം, നിനക്കൊരു കേടും പറ്റാതെ വേണം സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ കര നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാനായിട്ടിടയായി തീരും. നാം ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നാ കർത്താവിന്റെ സന്നിധി ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുമെന്ന് തിരുവചനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളെ ദൈവം വിളിച്ച് പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അവരുടെ യാത്രയിൽ മധ്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം ഹല്ലേലൂയ. എന്ന തിരുവചനത്തിന്റെ ഒടുവിൽ ഭാഗത്തിൽ വായിക്കുന്നത് പോലെ അടിമ ദുഃഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. പല അടിമ ദുഃഖങ്ങൾ വീണ്ടും നമ്മുടെ മേൽ കൊണ്ടുവച്ച് നമ്മെ വീണ്ടും അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുക ശത്രു പല പദ്ധതികളുമായി കൊണ്ടുവരുമ്പോ പ്രിയ ദൈവമക്കളെ നാം അത് കണ്ട് ഭയപ്പെടുകയല്ല, നാം ഉറച്ചു നിൽക്കുക. അതേ സ്തോത്രം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 400 വർഷത്തെ പ്രവാസം കഴിഞ്ഞ് യഹോവയെ ദൈവം അവരോട് പറഞ്ഞതായ പൂർവ്വപിതാക്കന്മാരോടും അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തതുപോലെ സ്തോത്ര ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു. അവരെ അതിനകത്തുനിന്ന് അടിമത്വത്തിനകത്തുനിന്ന് അവരെ സ്വതന്ത്രരാക്കി പുറത്തു കൊണ്ടുവന്നപ്പോ അവരെ വീണ്ടും പിടിച്ച് അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് അതേ സ്തോത്രം ഇസ്രായേലും കൂട്ടരും കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് കണ്ട് നിലവിളിച്ച തന്റെ ജനത്തോട് യഹോവയെ ദൈവം മോശെ മുഖാന്തരം പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, ഉറച്ച് നിൽപ്പിൻ. ഹല്ലേലൂയ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളവേ. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഒരു നാൾ കാണുകയില്ല. ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ചില അടിമത്വങ്ങൾ നിന്നെ പിടിച്ചു കൊണ്ടുപോകുമെന്ന്, ചിലർ നിന്നെ അടിമത്വത്തിലാക്കുമെന്ന്, അവരുടെ കീഴിൽ നിന്ന് നിന്നെ സ്വതന്ത്രമാക്കത്തില്ല എന്ന് പറഞ്ഞ് ശത്രു വെല്ലുവിളിക്കുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിന്റെ കയ്യിൽ നിന്ന് ക്രിസ്തുവിന്റെ മരണത്താൽ അതിന്റെ അധികാരത്തെ നീക്കി നിന്നെ സ്വതന്ത്രമാക്കിയെങ്കിൽ പ്രിയ ദൈവ പൈതലേ സ്തോത്രം, നീ ഭയപ്പെടാതെ ഉറച്ചു നിൽക്ക. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവത്തിന്റെ കര ചലിക്കുവാനായിട്ട് ഇടയായി തീരും. അവിടെ മോശയോട് കൂടി യഹോവയെ ദൈവം പറയുന്നു, ഉറച്ചു നിൽക്കാൻ അവരോട് പറക. ഇന്ന് ഒരുക്കിയിരിക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളവേ. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഒരു നാൾ കാണുകയില്ല. അതെ, ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ നിന്നെ പിടിച്ചു കൊണ്ടുപോകാൻ കടന്നു വരുന്ന ചില മിസ്രൈമി ആധിപത്യത്തെ നീ കാണാതവണ്ണം ഇരിക്കേണ്ടതിനായി നിന്റെ മുമ്പിൽ നിന്ന് നീക്കി കളയുവാനായിട്ട് ഇടയായി തീരും. യുദ്ധം ദൈവത്തിൻ്റെതാ, മനുഷ്യർക്കുള്ളതല്ല. അവിടെ വചനത്തിൽ പറയുന്നു, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കാരണം എന്താ? നമ്മുടെ ഉത്തരവാദിത്വം പ്രിയ ദൈവത്തിലെ കർത്താവിന് വേണ്ടിയുള്ള കർത്താവിനുള്ളതാ. സ്തോത്രം. നാം കർത്താവിന്റെ മക്കളായി തീരുമ്പോ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ പൂർണ്ണ ഉത്തരവാദിത്വം യേശു കർത്താവിന് ആണ്. സ്തോത്രം. ആ കർത്താവ് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാ. ആ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അതേ സ്തോത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ ഒടുവിലത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോ ഇസ്രായേൽ ജന വാഗ്ദത്തത്തിലേക്ക് കടക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഫറവോനും കൂട്ടനും സ്തോത്ര ആ ചെങ്കടൽ ഹല്ലേലൂയ ചത്തുകിടക്കുന്നവരുടെ കണ്ണുകൊണ്ട് കാണുവാനായിട്ടിടയായി തീർന്നു. വചനത്തിൽ ഇപ്രകാരം കാണുന്നു, ദുഷ്ടന്റെ ഇടക്കാണ് നോക്ക, അവനെ കാണുക പോലുമില്ല. ഹല്ലേലൂയ. അതെ, നിന്നെ പിൻപറ്റി വന്ന ചില ഫറവോന്റെ ആധിപത്യങ്ങളെ നിന്റെ മുമ്പിൽ നിന്ന് ഈ പകൽക്കാലം എത്രയും വേഗത്തിൽ ദൈവം തമ്മിൽ ഇല്ലാതാക്കി കളയും. കാരണം എന്താ? നിനക്ക് കടക്കേണ്ടത് വാഗ്ദത്തത്തിൽ അത്രേ. ഹല്ലേലൂയ. അതെ, വീണ്ടും നിന്നെ മുഖങ്ങൾ കൊണ്ടുവന്ന് രോഗമെന്ന മുഖം കൊണ്ടുവന്ന് അസമാധാനത്തിന്റെ മുഖങ്ങൾ കൊണ്ടുവന്ന് അതേ സ്തോത്ര ഹല്ലേലൂയ പല അടിമത്വത്തിന്റെ മുഖങ്ങൾ നിന്റെ മേൽ വച്ച് ഹല്ലേലൂയ നിനക്ക് ചലിക്കുവാൻ കഴിയാത്തവന നിന്നെ പിടിച്ചു ഒതുക്കി വയ്ക്കുമ്പോ നസ്രയനായിരിക്കുന്ന യേശു കർത്താവ് നിങ്ങളെ ഈ പകൽക്കാല സ്വതന്ത്രമാക്കിയ സ്തോത്ര ഹല്ലേലൂയ ഏതൊക്കെയോ മുഖങ്ങൾ നിങ്ങൾക്ക് ഹല്ലേലൂയ ഒരു ഭാരമായി തീർന്നിരിക്കുമ്പോ, മുന്നോട്ട് ചലിക്കുവാൻ കഴിയാതിരിക്കുമ്പോ, പ്രിയ ദൈവ പൈതൽ
പൈതലേ, ആ നുഖങ്ങൾ കണ്ട് നീ ഭയപ്പെടാതെ നീ ഉറച്ചു നിൽക്ക. ഹല്ലേലൂയ. ചില ഭയത്തിന്റെ അനുഭവങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുകയാ. അതെ, ചില നുഖത്തിനകത്ത് അടിമപ്പെട്ടു പോകുമ്പോ, ചില പാപത്തിന്റെ നുഖങ്ങൾ നിന്നെ പിൻപറ്റി പിടിക്കുമ്പോ, അതെ, ചില രോഗത്തിന്റെ ശക്തികൾ നിന്നെ പിൻപറ്റുമ്പോ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ ഈ പകൽക്കാലം അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി ചില വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാ. നിങ്ങളെ സ്വതന്ത്രം വരുത്തുകയാ. കർത്താവ് നിങ്ങൾക്ക് സാക്ഷാൽ സ്വതന്ത്രം വരുത്തുന്ന ക്രിസ്തു നിങ്ങൾക്ക് ഇന്ന് സ്വതന്ത്രത്തെ കൽപ്പിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. അതേ സ്തോത്ര. അതേ ഹല്ലേലൂയ. അതിനകത്തേക്ക് ഞാൻ നിങ്ങൾ വീണ് പോകരുത് എന്ന് വചനത്തിൽ വ്യക്തമായി കാണുന്നു. സ്വതന്ത്രത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരായിരിക്കാനാ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയ. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പി. ഹല്ലേലൂയ. അതേ, ഞാൻ പറഞ്ഞല്ലോ സ്തോത്ര. ഹല്ലേലൂയ. ചിലതിനകത്ത് നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ എല്ലാവർക്കും നമ്മെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയത്തില്ല. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. നാം ആരെയും നോക്കിയാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. നാം അറിഞ്ഞ സത്യത്തിനകത്ത് ഹല്ലേലൂയ നാം ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ കടന്നു വരും, ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ കടന്നു വരും, ജീവിതത്തിന്റെ ഏകാന്തത കടന്നു വരും. ചെയ്യാത്ത തെറ്റിനൊക്കെ നീ സ്തോത്രം ചുമത്തി നിന്റെ മേൽ വയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. പക്ഷേ നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ ജയം നിനക്ക് തരും. നീ ആരാണെന്ന് ദൈവം തെളിയിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. നിന്റെ മേൽ നിൽക്കുന്ന സകല ആധിപത്യങ്ങളെ, ശത്രുവിന്റെ സകല ആധിപത്യങ്ങളെ പൊട്ടിച്ച് കർത്താവ് നിന്റെ ആധിപത്യം ഏറ്റെടുത്ത് നിന്നെ മുന്നോട്ട് നടത്തുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ഉറച്ചു നിൽക്കുക. സ്തോത്ര. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ചെങ്കടൽ കടന്നു വന്നെന്നിരിക്കാം. സ്തോത്ര. എരിയുന്ന തീച്ചുളയുടെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നെന്നിരിക്കാം. ഹല്ലേലൂയ. ഒരു വാക്ക് മാറിക്കഴിഞ്ഞാ, അതേ സ്തോത്ര, ബിംബത്തെ ഒന്ന് ആരാധിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സേവിച്ചു കഴിഞ്ഞാൽ അവരാ വലിയ പ്രതികൂലത്തിനകത്തുനിന്ന് അവർക്ക് മാറിപ്പോകാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, വിടുവിക്കാൻ കഴിഞ്ഞതായ ദൈവം ഈ രാജാവിന്റെ കയ്യിൽ നിന്ന, അല്ലെങ്കിൽ സ്തോത്രം, നിർത്തിയ സ്വർണ്ണ ബിംബത്തിന്റെ മുമ്പില് അതേ ഞങ്ങൾ ആരാധിക്കത്തില്ല. വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും സ്തോത്ര, അതേ സ്തോത്ര, ദൈവം വിടുവിച്ചില്ല എങ്കിലും അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുമില്ല എന്നറിഞ്ഞാലും സ്തോത്രം. ഹല്ലേലൂയ. ഇതാ പ്രിയ ദൈവമക്കൾ, ഉറച്ച തീരുമാനം. എന്തൊക്കെ നഷ്ടങ്ങളും എന്തൊക്കെ ഭാരങ്ങളും എന്തൊക്കെ വേദനകളും ഏതെല്ലാം ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും കർത്താവിനെ വീണ്ടും ക്രൂശിക്കുന്നവരായിട്ടല്ല, ചില സത്യങ്ങൾ കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തന്നുവെങ്കിൽ അതിനൊക്കെ തുറച്ചു നിൽക്കുക. നിന്നെ വിടുവിക്കാൻ ഇറങ്ങി വരും. പ്രിയ ദൈവ പൈതലേ, നീ തകർന്നു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. മറ്റുള്ള മുമ്പേ തല കുനിച്ച് നിൽപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ചിലതിനകത്തൊക്കെ ഇവിടെ നമുക്ക് കാണാം, ബാലമർത്തിക്കകത്ത് ഇടാനായിട്ട് അവരെ കൊണ്ടുപോയി കൂടെ ഉള്ളവർ പറഞ്ഞു കാണുമായിരിക്കാം, അയ്യോ അവർ തീർന്നു, അവർ അവസാനിച്ചു. അതേ, പ്രശ്നങ്ങൾ മൂർച്ഛിച്ചു വരും. ഹല്ലേലൂയ. പക്ഷേ ആ പ്രശ്നങ്ങൾ മൂർച്ഛിച്ചു വരുന്നതിനകത്ത് ഒരു കേടും പറ്റാത്തവണ കർത്താവിന്റെ സുരക്ഷിത കരത്തിൽ വഹിച്ചുവെങ്കിൽ നിന്നെ അവൻ ഉള്ളം കരത്തിൽ വഹിക്കും. ഈ ലോകത്തിൽ ഒരു ശക്തിക്കും പ്രിയ ദൈവ പൈതലേ നിന്നെ തൊടാൻ ദൈവം അനുവദിച്ചു കൊടുക്കേല. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന, നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന, നിന്നെ സഹായിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നാം ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അതേ സ്തോത്രം, ചിലതൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തന്ന് കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കിയെങ്കിൽ, ചില പാപത്തിന്റെ നുഖത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കിയെങ്കിൽ, ചില രോഗത്തിന്റെ നുഖത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കിയെങ്കിൽ, പ്രിയ ദൈവ പൈതലേ നാം അതിനകത്ത് ഉറച്ചു നിൽക്കുക. ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുക. എബ്രായർ ബാലന്മാരെ എരിയുന്ന തീച്ചൂളയുടെ നടുവിൽ നിന്ന് വിടുവിച്ചതായ ദൈവം ഇറക്കിക്കൊണ്ടുവന്ന് ഇസ്രായേൽ ജനതയെ സ്തോത്ര സ്വതന്ത്രരാക്കി വാഗ്ദത്തത്തിലേക്ക് എത്തിച്ചതായ ദൈവം, പ്രിയ ദൈവ പൈതലേ നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന്, ഏത് പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന് എന്റെ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ഒരു കേടും പറ്റാതവണ്ണം നിന്നെ വിടുവിച്ച് പുറത്തെടുക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. നാ കർത്താവിന്റെ സന്നിൽ ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. ആ കർത്താവിന്റെ കൃപയിൽ നിന്ന് നാം വീണ് പോകാതെ, ആ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാതെ, കർത്താവിന്റെ ആ കൂട്ടായ്മ ബന്ധത്തിൽ നിന്ന് അകന്നു പോകാതെ, ഹല്ലേലൂയ, നാം അതിനകത്ത് ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ.
അതാ ലേഖന കർത്താവ് പറഞ്ഞത്. സ്തോത്രം. അടിമത്വത്തിൽ കുടുങ്ങി പോകരുത്. അതേ നുഖങ്ങൾ കടന്നു വരും. സ്തോത്ര. ആ നുഖത്തിൽ കുടുങ്ങി പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. കുടുക്കി കളയുവാൻ സ്തോത്രം പല കുടുക്കുകളുമായിട്ട് കടന്നു വരാ. ദൈവജനം തിരിച്ചറിയണം. ഹല്ലേലൂയ. അതേ ദൈവജനം തിരിച്ചറിയണം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്ത് ഞാനും നിങ്ങൾ ജീവിക്കുമ്പോ ഈ ലോകത്തിൽ വേണ്ടതൊക്കെയും കർത്താവ് നമുക്ക് തരും. സ്തോത്ര. ഹല്ലേലൂയ. പല കുടുക്കുകളുമായിട്ട് നമ്മൾ അറിഞ്ഞ നിൽക്കുന്ന വിശുദ്ധി നിന്ന്, നാം അറിഞ്ഞ സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് കളയുവാൻ പലതുമായിട്ട് ശത്രുവായ രൂപേണ കൊണ്ടുവരുമ്പോ ഹല്ലേലൂയ, അതിനൊരു കോംപ്രമൈസിന് വേണ്ടി ചെന്ന് നിൽക്കാതെ ഞാനും നിങ്ങളും അറിഞ്ഞ സത്യത്തിനകത്ത് നിൽക്കുവാൻ തയ്യാറാക്കണം. ഹല്ലേലൂയ. അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അവിടെയാ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ഭയപ്പെടാതെ ഉറച്ചു നിൽപ്പേ. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാം. ദൈവത്തിന്റെ വിടുതൽ നിങ്ങൾ അനുഭവിക്കുക. ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്തത്തിലേക്ക് ദൈവം നിങ്ങളെ കയറ്റി വിടുവാനായിട്ട് ഇടയായിത്തീരാ. അതിനിടയ്ക്ക് കടന്നു വരുന്ന ചെങ്കടലിനെ ദൈവം നോക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്ത് കടന്നു വരുന്ന തീയെ ഹല്ലേലൂയ എന്റെ ദൈവത്തിന്റെ ഒരു വിഷയമല്ല. നീ ഉറച്ചു നിൽക്കുന്നുവോ, അതാ ദൈവത്തിന്റെ ഒരു വിഷയം. ഹല്ലേലൂയ. നീ ഉറച്ചു നിൽക്കുന്നുണ്ടോ, അല്ല ചഞ്ചലിച്ചു പോകുന്നുണ്ടോ, ഇതാ കർത്താവ് നോക്കുന്നത്. ഹല്ലേലൂയ. ഒരുവൻ വില കൊടുത്ത് നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെക്ക് അവന് വേണ്ടി സ്വർഗം ഇറങ്ങി വരുവാനായിട്ട് ഇടയായിത്തീരാ. അങ്ങനെ ഈ പ്രഭാതത്തെ പ്രിയ ദൈവത്തിലെ പ്രശ്നങ്ങളുടെ മധ്യത്തിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. അത് എങ്ങനെ ഇതിനകത്തുനിന്ന് പുറത്തു വരും എന്നുള്ള ഒരു സ്തോത്രം യാതൊരു ധാരണയും ഈ പ്രഭാതത്തിൽ ഇല്ലായിരിക്കാം. സ്തോത്രം. അതിനകത്ത് സ്തോത്രം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഒരു നാൾ കാണുകയില്ല. യുദ്ധം യഹോവയ്ക്കുള്ളത്. അതെ, ചിലതിന് നിന്റെ മുമ്പിൽ നിന്ന് ചിലതൊക്കെ നിന്നെ ഭയപ്പെടുത്തുന്നില്ലേ? ചില വെല്ലുവിളികളുമായിട്ട് നിന്നെ തകർത്തു കളയുമെന്ന് പറഞ്ഞ്, നിന്റെ കുടുംബത്തെ തകർക്കുമെന്ന് പറഞ്ഞ്, നിന്നെ വീണ്ടും അവരുടെ അടിമത്വത്തിലേക്ക് തന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ശത്രു വെല്ലുവിളിക്കുമ്പോ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, ചില വെല്ലുവിളികളെ ദൈവം തമ്പുരാൻ നിന്റെ മുമ്പിൽ നിന്ന് മാറ്റിക്കളയാ. ദൈവം എഴുന്നേൽക്കുന്നു. ശത്രുക്കൾ ചിതറിപ്പോകുന്നു. നിന്നെ പകയ്ക്കുന്നവരും നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. പുക പതറുന്നത് പോലെ, തീങ്കൽ മേഘു ഉരുകുന്നത് പോലെ നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചില കൊടുങ്കാറ്റുകൾ, ചില പ്രതികൂലങ്ങൾ യേശുവിന്റെ നാമത്തെ ഈ പ്രഭാതത്തിൽ അഴിഞ്ഞു മാറുകയാ. സ്തോത്രം. നിന്നെ ക്രിസ്തുവിൽ സ്വതന്ത്രരാക്കിയെങ്കിൽ നീ ആ സ്വാതന്ത്ര്യത്തിനകത്ത് ഉറച്ചു നിൽക്ക. അടിമന്തുക്കത്തിൽ കുടുങ്ങിപ്പോകരുത്. ക്രിസ്തുവിന്റെ സകല വിടുതലുകൾ കാൽവരി ക്രൂശിൽ വെച്ച് ഏതെല്ലാം വിടുതലുകൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് സ്തോത്രം അത് ഏറ്റെടുത്തുവോ, ആ സകല വിടുതലുകളും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ തന്റെ ജനമായിരിക്കുന്ന തന്റെ പ്രിയ മക്കളായിരിക്കുന്ന നമ്മുടെ മേൽ കർത്താവ് ഈ പകൽക്കാലം പകരുകയാ. ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ പകൽക്കാലം കർത്താവേ പ്രിയജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആ ഹല്ലേലൂയ വചനത്തിൽ പറയുന്നല്ലോ കർത്താവേ, ഭയപ്പെടാതെ ഉറച്ചു നിൽപ്പേ. അടിമത്വത്തിൽ പിന്നെ കുടുങ്ങിപ്പോക്കരുത്. യേശുവിന്റെ നാമത്തെ കുടുക്കി കളയുവാൻ കൊണ്ടുവരുന്ന സകല പ്രലോഭനങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും മുഖത്തിൽ നിന്ന് തന്റെ ജനം സ്വതന്ത്രമാക്കപ്പെടട്ടെ. കർത്താവേ, ഇവര് ഉറച്ചു നിന്ന് ദൈവത്തിന്റെ വിടുതലുകൾ അനുഭവിക്കുവാൻ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ ഈ പകൽക്കാലം സ്വർഗം ഇടയാക്കി തീർക്കണം. ഇവരെ പിടിച്ചു കൊണ്ടുപോകുവാൻ, അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുവാൻ, അതേ സ്തോത്രം കൊണ്ടുവരുന്ന സകല ശത്രു മണ്ഡലത്തിൽ നിന്ന് ഇവരെ സ്വതന്ത്രരാക്കി ക്രിസ്തുവിൽ ഇവര് സ്വതന്ത്രരാക്കപ്പെടട്ടെ. ഇവര് ഉറച്ചു നിൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുന്ന ഒരു തലമുറ, അറിഞ്ഞ സത്യത്തിനൊക്കെ ഉറച്ചു നിൽക്കുന്ന ഒരു തലമുറ ഈ പകൽക്കാലം എഴുന്നേൽക്കട്ടെ. കർത്താവേ, അങ്ങോട്ട് ജനത്തിന്റെ സകല വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ കരം ചലിക്കണം. ഭയങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, രോഗത്തിന്റെ മുഖങ്ങൾ മാറട്ടെ, അസമാധാനത്തിന്റെ മുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ, സാമ്പത്തിക മുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവേ, ഇവർ സ്വതന്ത്രരാക്കപ്പെടുന്ന പ്രഭാതമായി തീരട്ടെ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന ആ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.